ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു യാത്ര പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ എറണാകുളത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ശനിയാഴ്ച രാവിലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ പോയി റൂമൊക്കെ എടുത്തു. ഇതാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന റൂം. അപ്പോൾ റൂം എടുത്ത് പിന്നെ അതിന് ശേഷം നമ്മളൊന്ന് ഫ്രഷൊക്കെ ആയി. പിന്നെ നമ്മളവിടെ എത്തുന്ന സമയത്ത് ഒരു 12 മണിയായി കേട്ടോ. 12 മണി കഴിഞ്ഞു. 12 മണി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ റൂമിലൊക്കെ കയറുമ്പോഴേക്കും നേരം 1 മണിയാവാറായി. അങ്ങനെ നമ്മൾ റൂമൊക്കെ കണ്ടുവല്ലോ അല്ലേ. പിന്നെ അതിന് ശേഷം ഇതാണ് കേട്ടോ അവിടുത്തെ ബാത്റൂം. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ്. ഏട്ടൻ്റെ ഒരു അത്യാവശ്യത്തിന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും കൂടെ പോയതാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഒരു കുഞ്ഞു റൂമാണ്, കുഴപ്പമില്ല, എന്നാലും നമുക്ക് 4 ആൾക്ക് നിൽക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനതെല്ലാം കണ്ടു. പിന്നെ അതിന് ശേഷം എന്താ ഒരു കബോർഡ് ഉണ്ടായിരുന്നു നമുക്ക് തുണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 4 ആൾക്കും കൂടെ ഈ ബെഡിൽ കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ താഴെ കിടക്കാൻ ഒരു ബെഡ് അവർ എക്സ്ട്രാ തന്നിട്ടുണ്ട്. പിന്നെ അതിനുള്ള ടവലും മറ്റു കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഒരു കുഞ്ഞ് ടേബിൾ, 2 ചെയർ, അതുപോലെ TV, പിന്നെ AC, പിന്നെ അതുപോലെ നമ്മുടെ എന്താ പറയുക മുഖം നോക്കാനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒന്ന് ഫ്രഷായിട്ട് പിന്നെ ഭക്ഷണം കഴിക്കേണ്ട സമയമായി കേട്ടോ. അപ്പോൾ പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അങ്ങനെ അടുത്തുള്ള ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുടുംബശ്രീ ഹോട്ടൽ. പക്ഷേ അവിടെ പോകുമ്പോൾ നല്ല തിരക്കായിരുന്നു. പിന്നെ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് അതിന് ശേഷമാണ് പിന്നെ ഉമ്മീസ് ഹോട്ടൽ പറഞ്ഞിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് റൂം എടുത്തിരിക്കുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്, അതുപോലെ മെട്രോയുടെ അടുത്ത് ഒക്കെയാണ് കേട്ടോ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം ദൂരത്തൊന്നും പോകണ്ട, അവിടെയായിരുന്നു പോകേണ്ടിയിരുന്നത്. അപ്പോൾ അവിടെ തന്നെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹോട്ടലിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളീ കാണിച്ചു തരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഭക്ഷണത്തിന് ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതതിൻ്റെ മേലെ കൂടെയാണ് മെട്രോ പോവുക. ഒരുപാട് പേരൊക്കെ മെട്രോ കാണുകയും കയറുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. നമ്മളിതുവരെ നേരിട്ട് കാണുകയോ കയറുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയം ഞാൻ അക്ഷയ അശ്വിനെ എടുക്കണം, അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നില്ല കേട്ടോ. പിന്നെയാണ് അശ്വിൻ കണ്ടുപിടിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അതിന് ശേഷം പിന്നെ നമുക്കുള്ള ഭക്ഷണം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് നൂഡിൽസാണ് കേട്ടോ ഒരു ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു നൂഡിൽസ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാനും ഏട്ടനും ചോറ് തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മത്തനും വെള്ളപ്പയറും വെച്ചൊരു കറി, അതുപോലെ നമ്മുടെ കോവയ്ക്ക അച്ചാർ, പിന്നെ പായസം, മീൻ ചാറ്, പപ്പടം, പിന്നെ രസം, മോര് കൂട്ടാൻ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തന്നെ കേട്ടോ. ഒരുപാട് എന്താ പറയാനുള്ള കറികളൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഒരു ഫിഷ് ഫ്രൈയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ചോറ് മതി പറഞ്ഞു. ഉച്ച നേരത്തെ കുറച്ച് ചോറ് കഴിച്ചില്ലെങ്കിൽ ഒരു മാതിരി തോന്നും. അതുകൊണ്ട് പിന്നെ നമ്മൾ ചോറ് തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് വലിയ സമാധാനത്തിൽ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. രാവിലെ നമ്മൾ 7:30-ക്കുള്ള ട്രെയിനാണ് കേട്ടോ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോൾ നമ്മൾ പാസഞ്ചറിലാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ അവിടെ എത്തുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം റൂമിലൊക്കെ പോയി റെസ്റ്റ് എടുത്തതിന് ശേഷം വൈകുന്നേരം പിന്നെ നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഒരിക്കൽ അക്ഷയ മാത്രമുള്ള സമയത്ത് ഞങ്ങൾ ഒരിക്കൽ വന്നിട്ടുണ്ട് കേട്ടോ മറൈൻ ഡ്രൈവിലേക്ക്. അന്ന് വന്നിട്ട് ഞങ്ങൾ പിന്നെ ബോട്ടിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് പിന്നെ ഒന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക പറഞ്ഞിട്ട് വന്നതാണ്. അക്ഷയ അന്ന് വളരെ ചെറുതാണ് കേട്ടോ, അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാകുമ്പോൾ വലുതായല്ലോ. അപ്പോൾ വൈകുന്നേരം ആയ സമയത്ത് ഞങ്ങൾ അത് കാണാൻ വന്നതാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല മഴയുണ്ട്, നല്ല മഴക്കാറുണ്ട് കേട്ടോ. നല്ല മഴക്കാറാണ് കാണുന്നതൊക്കെ. മഴക്കാറ് കൊണ്ട് തന്നെ നല്ല ഇരുട്ട് പോലെ തോന്നുന്നുണ്ട്. നിറയെ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കുറേ നേരം കണ്ട് കുറേ നേരമൊക്കെ അവിടെ അങ്ങനെ നടന്നു. നമ്മൾ ബോട്ടിലിരുന്നില്ല കേട്ടോ, കുട്ടികൾക്കൊന്നും ബോട്ടിലിരിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ബോട്ടിലൊന്നും ഇരുന്നില്ല. അതൊക്കെ ഒന്ന് നടന്നിങ്ങനെ കണ്ടു. അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറി കണ്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ബോട്ടിലിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് വന്ന സമയത്ത് ബോട്ടിലൊക്കെ ഇരുന്ന് ഒരു റൗണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് പിന്നെ അവർക്കാർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ബോട്ടിലൊന്നും ഇരുന്നില്ല. പിന്നെ നല്ല മഴക്കാറും മഴ അങ്ങനെ ചെറുതായിട്ട് ചാറൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അധികം നമുക്കവിടെ ഇരുന്ന് കാണാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ പറഞ്ഞാൽ മഴ കാരണം ഫുള്ളായിട്ട് നനഞ്ഞ കാരണം നിൽക്കാനും ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട്
അങ്ങനെ വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെയല്ലേ എവിടെയെങ്കിലുമൊക്കെ പോവുള്ളൂ. അപ്പോൾ ആ സമയം ഞങ്ങളും കൂടെ പോയതാണ് കേട്ടോ. അങ്ങനെ നമ്മളൊക്കെ കുറേ നേരമൊക്കെ അവിടെ കറങ്ങി നോക്കി. അതിന് ശേഷം പിന്നെ നമ്മൾ പോകുന്ന സമയത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉമ്മറത്തോടെ പോകുമ്പോഴാണ് ഇവിടെ എക്സിബിഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് എക്സിബിഷന് പോകാൻ പറഞ്ഞിട്ട് നമ്മൾ അവിടെ എല്ലാം പോയി കണ്ടതിന് ശേഷം തിരിച്ച് വരുമ്പോൾ നമ്മൾ എക്സിബിഷൻ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ, അധികം ദൂരമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിറയെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മത്സ്യകന്യകയൊക്കെ ഉണ്ട് പറഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് നോക്കുമ്പോൾ നിറയെ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഒക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട്, പക്ഷെ അതിനെക്കാട്ടിലും വളരെ ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു മീനുകൾ ഇങ്ങനെ ഒരുമിച്ചിങ്ങനെ അവരിങ്ങനെ എന്താ പറയുക നീന്തി കളിക്കുന്ന കാണാനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ കുറേയേറെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പാലക്കാട് വന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരിക്കൽ പോയിട്ട് മീനിൻ്റെയൊക്കെ കണ്ടിട്ടുണ്ടാകുന്നുണ്ട്. അപ്പം അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല കേട്ടോ. ഇതിപ്പോൾ മീൻ കുറച്ച് കുറവാണ്. നമ്മുടെ പാലക്കാട് ഒരിക്കൽ വന്നപ്പോൾ നമ്മൾ കണ്ടപ്പോൾ നിറയെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇതുണ്ടോ നിറയെ കുട്ടി കുട്ടി മീനുകളാണ്, ഒരുപാട് ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ മീനും പലതരം മീനുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകളാണ് കേട്ടോ. പിന്നെ അതൊക്കെ കണ്ടു. പിന്നെ ഒന്ന് അങ്ങനെ റൗണ്ട് അടിച്ചു. 2-3 സെക്ഷനായിട്ടൊക്കെ അങ്ങനെ മീനുകളുണ്ട്. പിന്നെ മേലെ ഇങ്ങനെ മീനുകളൊക്കെ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എക്സിബിഷൻ പറഞ്ഞാൽ കുറച്ച് ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ സമാധാനത്തിൽ നടന്ന് അതൊക്കെ ഒന്ന് കണ്ടു. നമ്മളെന്നിങ്ങനെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഇടയ്ക്കൊരു ഫ്രീ ഇങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ അല്ലേ. അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ എക്സിബിഷൻ ഹാളിൽ ഉള്ളിലേക്ക് അങ്ങനെ പോകുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും നമ്മൾ സാധാരണ കാണും പോലെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ കാണുന്ന പോലെ തന്നെ എക്സിബിഷനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടോ മീനുകൾ പല വെറൈറ്റി പല തരത്തിലൊക്കെ ഉണ്ട് കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ ഒരുപാട് ഉള്ളിൽ പോയപ്പോഴാണ് നമ്മുടെ മത്സ്യകന്യകയെ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ വെള്ളത്തിൻ്റെ ഉള്ളിലുള്ള ഇങ്ങനെ മത്സ്യകന്യകയെ കാണുന്നത്. കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. അതുണ്ടോ അവരെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കണമെന്ന് നമുക്കറിയില്ല. ടാറ്റയൊക്കെ തരുന്നുണ്ട്, ഉമ്മയൊക്കെ തരുന്നുണ്ട്, ഇതുപോലെ ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പോയപ്പോൾ ഫസ്റ്റ് പോയപ്പോൾ നമ്മൾ ആ മീനൊക്കെ കണ്ടപ്പോൾ മത്സ്യകന്യക ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് കേട്ടോ. പിന്നെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയപ്പോഴാണ് മത്സ്യകന്യകയെ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു. കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ അവരിങ്ങനെ നീന്തി പോകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് പോയി. പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ അവിടെ കാണുന്ന പോലെ എക്സിബിഷനിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെയൊക്കെ കുട്ടികൾക്ക് കളിക്കേണ്ട ഐറ്റംസ്, ബുക്കുകൾ, അങ്ങനെ എന്താ പറയുക നമ്മുടെ ബാഗ്, മാല, വള, പിന്നെ അതുപോലെ കുറേ സ്നാക്കുകൾ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം ഒന്ന് കണ്ടു. പിന്നെ നമ്മൾ എന്താ പറയുക അധികം നേരമൊന്നും അവിടെ നിന്നില്ല കേട്ടോ. കുറേയൊക്കെ അതെല്ലാം കണ്ടതിന് ശേഷം പിന്നെ വേഗം തന്നെ നമ്മളവിടെ നിന്ന് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് എന്താ പറയുക നമ്മൾ 2 ദിവസത്തെ പരിപാടിയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസത്തെ വിശേഷങ്ങൾ 2 വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്